നമ്മുടെ തൊട്ട അയൽ രാജ്യവും സഹോദര രാജ്യവുമായ പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏറെക്കുറെ പൂർണ്ണമായി എന്നേ പറയാൻ പറ്റുള്ളൂ. പാകിസ്ഥാനിലെ ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ മാത്രമല്ല പാർലമെൻറ്റിലുള്ളത്, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് അംഗങ്ങൾ കൂടിയുണ്ട്. അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ ആനുപാതികമായിട്ട് പാർലമെൻറ്റിലേക്ക് അതാത് പാർട്ടികൾക്ക് കുറച്ച് മെമ്പർമാരെ, വനിതാ മെമ്പർമാർ, അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള മെമ്പർമാരെയൊക്കെ നാമനിർദ്ദേശം ചെയ്യാനായിട്ടൊരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ നോമിനേഷൻ വഴിക്കുള്ള മെമ്പർമാർ വരാൻ പോകുന്നുള്ളൂ. പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച മെമ്പർമാരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ സ്ഥലം പാകിസ്ഥാനായതുകൊണ്ട് പല പുതുമകളും അരങ്ങേറി. അവിടുത്തെ ഒരു പ്രമുഖ പാർട്ടി എന്ന് പറയുന്നത് ഇമ്രാൻഖാൻ്റെ PTI എന്നറിയപ്പെടുന്ന പാർട്ടിയാണ്, പാകിസ്ഥാൻ ജസ്റ്റിസ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിന് വിലക്കി, അവരുടെ അംഗീകാരം റദ്ദാക്കി. അതുകൊണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർ പലരും അറസ്റ്റിലാണ്, കുറച്ച് പേര് ഒളിവിലും തെളിവിലും ജയിലിലുമുള്ള പാർട്ടി നേതാക്കന്മാർ നോമിനേഷൻ കൊടുക്കുകയും സ്വതന്ത്രന്മാരായിട്ട് മത്സരിക്കുകയും ചെയ്തു. പാർട്ടിയുടെ ചിഹ്നം ക്രിക്കറ്റ് ബാറ്റും നഷ്ടപ്പെട്ടു. അങ്ങനെ പല ചിഹ്നങ്ങളിൽ സ്വതന്ത്രന്മാരായി മത്സരിച്ചു. അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറി. 103 സീറ്റ് ആ പാർട്ടി കിട്ടി. പക്ഷേ കേവല ഭൂരിപക്ഷമായിട്ടില്ല. മാത്രമല്ല ഇവർ സ്വതന്ത്രന്മാരാണ്. കേവല ഭൂരിപക്ഷം ക്ലെയിം ചെയ്യണമെങ്കിൽ പാർട്ടി ആയിരിക്കും. അപ്പോൾ ഒന്നാമത് കേവല ഭൂരിപക്ഷമില്ല. ഏറ്റവും അധികം മെമ്പർമാർ ജയിച്ചത് സ്വതന്ത്ര മെമ്പർമാർ അധികവും ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാരാണ്. അതിൻ്റെ പ്രബല എതിർകക്ഷി എന്ന് പറയുന്നത് പിരിച്ചുവിട്ട പാർലമെൻറ്റിലെ ഭരണകക്ഷികളായിരുന്ന ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പീപ്പിൾസ് പാർട്ടി, നവാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗുമാണ്. മുസ്ലിം ലീഗിലെ നവാസ് ഷെരീഫ് വിഭാഗം, അതിൽ പല വിഭാഗങ്ങളുണ്ട്. അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ല, കൂട്ടായിട്ട് ഭരിക്കാനും ഭൂരിപക്ഷം തികഞ്ഞിട്ടില്ല. പിന്നെ സിന്ധിലെ ഈ മുഹാജിർ ഖ്വാമി മൂവ്മെൻ്റ് എന്നൊരു പാർട്ടിയുണ്ട്. അതായത് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് പണ്ട് പാകിസ്ഥാൻ പിറന്നപ്പോൾ ഇതാ നമ്മുടെ പർദീസയാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ പോയ ആളുകളാണ്. ഈ പഞ്ചാബിൽ നിന്നും UP നിന്നൊക്കെ കുടിയേറിയവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അവരെ പാകിസ്ഥാൻകാർ സ്വീകരിച്ചു. നേരെ മറിച്ച് ഈ കറുത്ത നിറമുള്ള അല്ലെങ്കിൽ ഇരുനിറമുള്ള ആളുകൾ, പതിഞ്ഞ മൂക്കും ഇരുനിറവുമുള്ള ഈ തെലുങ്കും തമിഴും സംസാരിക്കുന്ന മുസ്ലിങ്ങൾ വാഗ്ദത്ത ഭൂമിയാണെന്ന് തെറ്റിദ്ധരിച്ച് കറാച്ചിയിൽ ചെന്ന് കയറിയ ആളുകളാണ്. അവരാണ് മുഹാജിറുകൾ എന്നറിയപ്പെടുന്നത്. അവരവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇവർ 2ാം ക്ലാസ്സുകാർ പോലുമല്ല, 3ാം ക്ലാസ് പൗരന്മാരാണ് എന്ന കാര്യം. അവരവിടെ സംഘടിക്കുകയും ഒരു രാഷ്ട്രീയ സംഘടനകളൊക്കെ ചെയ്തു. അതാണ് മുഹാജിർ ഖ്വാമി മൂവ്മെൻറ്റ്. ഈ ഖ്വാമി മൂവ്മെൻറ്റുകാർ സിന്ധിൽ പ്രത്യേകിച്ച് കറാച്ചി പരിസരത്ത് വളരെ ശക്തരാണ്. ആ പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇവരെ കൂടെ കൂട്ടിയാൽ ഒരു കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാക്കാം. ഏറ്റവും അധികം സീറ്റ് കിട്ടിയ ഇമ്രാൻഖാൻ പുറത്ത് നിൽക്കുകയും, ഇമ്രാൻഖാൻ ജയിലിലാണ്, പുറത്തു പോലുമല്ല. ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ ബീവിയും ജയിലിലാണ്. അവരുടെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട്, തെളിഞ്ഞതുകൊണ്ട് തെളിയാത്തതുകൊണ്ട്, ജാമ്യം കിട്ടിയതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണ് അദ്ദേഹത്തെ മതാചാരപ്രകാരം അല്ല വിവാഹം കഴിച്ചത് എന്ന കാരണത്താൽ അതിനും കോടതി ശിക്ഷിച്ചത്. മതാചാരപ്രകാരം അല്ലാതെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബീവി മുമ്പ് വേറൊരാളുടെ ഭാര്യയാണ്. അയാൾ തലാക്ക് ചെയ്ത് നിശ്ചിത 90 ദിവസം കഴിയുന്നതിന് മുമ്പാണ് ഇമ്രാൻഖാൻ അവരെ വിവാഹം കഴിച്ചത്. അപ്പോൾ ഇതാ കാലഘട്ടം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു മുസ്ലിം സ്ത്രീയുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുന്നത് ഇസ്ലാമിക നിയമപ്രകാരം കുറ്റകരമാണ്. അപ്പോൾ ശരീഅത്ത് നിയമപ്രകാരം ഇദ്ദേഹത്തെ സഹധർമ്മിണിയെയും 7 കൊല്ലം വീതം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. അതടക്കം നിരവധി കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടതുകൊണ്ട്, തെളിയിക്കപ്പെടാത്തതുകൊണ്ട്, തെളിയിക്കപ്പെടാനിരിക്കുന്നതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പല നേതാക്കന്മാരും ജയിലിലാണ്. ബാക്കിയുള്ളവർ ഒളിവിലും തെളിവിലും ഉള്ള ആളുകൾ. അവരാണ് ഈ 103 ജയിച്ചു വന്നിട്ടുള്ളത്. അവർക്ക് നിയമസഭയിൽ വരാൻ പറ്റുകയില്ല. ഒളിവിലുള്ള ആളുകൾ പുറത്തു വന്നാൽ അവർ അപ്പോൾ തന്നെ പോലീസ് പൊക്കിക്കൊണ്ടുപോകും. മാത്രമല്ല പാകിസ്ഥാനിലെ സർവ്വശക്തരായിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് പട്ടാളമാണ്, പാകിസ്ഥാൻ ആർമിയുടെ പരിപൂർണമായ പിന്തുണ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന കാലത്ത് ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നു. ആ പിന്തുണ നഷ്ടപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത്. പാകിസ്ഥാൻ്റെ മറ്റൊരു നിയാമക ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കക്കാർക്ക് താല്പര്യമില്ലാത്ത ഒരാൾക്ക് പാകിസ്ഥാനിൽ അധികാരത്തിലിരിക്കാൻ പറ്റില്ല. അമേരിക്കയുടെ താല്പര്യം നഷ്ടപ്പെട്ടതും ആർമിയുടെ പിന്തുണ നഷ്ടപ്പെട്ടതും ഒരേ സമയത്താണ്. അങ്ങനെയാണ് ഇമ്രാൻഖാൻ പുറത്തു പോയതും ഇപ്പോൾ ജയിലിലായതും. ആർമിയുടെ പിന്തുണ ഇപ്പോൾ നവാസ് ഷെരീഫിനാണ്. മുമ്പ് ഷെരീഫിനെ പുറത്താക്കിയതും ആർമി തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ആർമി ഷെരീഫിനെ പിന്തുണക്കുന്നു, അദ്ദേഹം പ്രധാനമന്ത്രിയായി കാണണം എന്നവർ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സങ്കീർണ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ കടന്നുപോവുകയാണ്. പാകിസ്ഥാൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പരിമിതി എന്ന് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ പോലുള്ള ഒരു പ്രാകൃത രാജ്യത്ത് ജനാധിപത്യം വിജയിക്കുകയില്ല.
ബംഗ്ലാദേശിലെ ജനാധിപത്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ച ചെയ്തതാണ്. അവിടെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ആ പ്രതിപക്ഷ നേതാക്കൾ ബീഗം ഖാലിദ അടക്കം ജയിലിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ചില പാർട്ടികൾക്ക് രാഷ്ട്രീയം നിരോധിച്ചിരിക്കുകയാണ്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പറ്റുകയില്ല. ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് നടന്നു. ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിലെത്തി. അന്ന് നമ്മുടെ മാധ്യമ പത്രം വികാരനിർഭരമായൊരു മുഖപ്രസംഗം എഴുതി. ഹസീനയുടെ വിജയം ബംഗ്ലാദേശിൻ്റെ പരാജയം എന്ന് പറയും. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാരെ അയാൾക്ക് ജയിലിലടക്കിയവ അവർക്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ പുറകിലെ യഥാർത്ഥ ചേതോവികാരം. പാകിസ്ഥാനിലെ സ്ഥിതികൾ ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. ജമാഅത്തെ ഇസ്ലാമിയും മതമൗലികവാദികളും പിന്തുണയ്ക്കുന്ന ഇമ്രാൻഖാനെയാണ്. പക്ഷേ പട്ടാളം പിന്തുണയ്ക്കുന്നത് ഷെറീഫിനെയാണ്. അതുകൊണ്ട് ഷെറീഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ ഷഹബാസ് ഷെറീഫ് പ്രധാനമന്ത്രിയാകും എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ബിലാവൽ ഭൂട്ടോ വെറുതെ ഇരിക്കില്ല. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്ലെയിം വെച്ചിട്ടുണ്ട്. ആർക്ക് കിട്ടും എന്ന് പറയാനായിട്ടില്ല. പാകിസ്ഥാനാണല്ലോ, ഇങ്ങനെ പല തമാശകളും ഉണ്ടാകും എന്ന് കരുതി നമുക്ക് തൽക്കാലം സമാധാനിക്കേ മാർഗമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.